ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വരകൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണം. ഈശ്വരകൃപ ഉണ്ടാകാനുള്ള ഞാനിന്ന് മക്കൾക്ക് പറയാൻ പോകുന്നത്. നമുക്ക് കുണ്ടലിനി ശക്തിയെപ്പറ്റി ഞാൻ ഒരു 40-45 വയസ്സൊക്കെ ഉള്ള സമയത്ത്, ഓർമ്മയില്ല എങ്കിലും അത്രത്തോളം സമയത്തിനിടയ്ക്ക് എഴുതിയൊരു നാമമാണ്. അന്ന് ഒരുപാട് പുസ്തകങ്ങൾ, ഇതൊക്കെ അച്ഛൻ്റെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഭാഗവതമൊക്കെ വായിക്കുകയും ബൈബിളും എല്ലാം ഒരുപാട് അധ്വാനം ഒരുപാടുണ്ടായിരുന്നു. അതിനേക്കാൾ സമയം ഞാൻ ഇതിനു വേണ്ടി ചിലവഴിച്ചു. അന്ന് എനിക്ക് അത്രത്തോളം എന്തോ ആരും എന്നെ കൊണ്ട് ചെയ്യിച്ചെന്നേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ അങ്ങനെ തോന്നുന്ന എന്തോ അത്രയ്ക്കുള്ള ജോലിയുള്ളൊരു വീടായിരുന്നു. ഇതിനിടയ്ക്ക് കൂടെയാണ് ആ സമയത്ത് 40 വയസ്സുള്ള സമയത്ത് ഭഗവാനെ പ്രത്യക്ഷമാക്കുന്നതും പിന്നെ ഒരുപാട് ദർശനങ്ങളും എല്ലാ അനുഭവങ്ങളെല്ലാം ഉണ്ടായതും ഭഗവാന്റെ അനുഗ്രഹം തലേ കൈവച്ച് കിട്ടുന്നതും എല്ലാം ആ അളവിൽ. അതുകൊണ്ടായിരിക്കും ഈ കുണ്ടലിനി ശക്തിയെപ്പറ്റി എനിക്ക് ഇത്രയും കാരണം യോഗയായിട്ടൊന്നും അങ്ങനെ എനിക്കറിയാം. ധ്യാനിക്കും, 2-3 മണിക്കൂർ ഞാൻ ധ്യാനിക്കും. പക്ഷെ അത് എന്തോ യോഗയാണോ അതൊന്നും എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ആനന്ദം കൊണ്ടങ്ങ് ഭഗവാനുടെ ഭക്തി കൊണ്ടങ്ങനെ അങ്ങ് ഇരുന്ന് പോകുമ്പോൾ ഒരു ആനന്ദവും പിന്നെ ഒരു ശൂന്യാവസ്ഥയിലൊക്കെ വന്ന് അവസാനിക്കും. അതൊക്കെ എന്തുവാണെന്നോ പറയാനൊന്നും എനിക്കറിയില്ലല്ലോ. ഞാൻ അറിയാതെ ചെയ്യുന്നൊരു പരിപാടിയല്ലേ. അമ്മയും അച്ഛനൊക്കെ ധ്യാനിക്കുന്ന അറിയാം. അതുകൊണ്ട് അവരനുഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അവരെന്താണ് അനുഭവിച്ചത് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അനുഭവിച്ചപ്പോൾ അറിയുന്നു അമ്മയും അച്ഛനും ഇതൊക്കെ അനുഭവിച്ചതാണെന്ന്. അങ്ങനെയാണെന്ന് നമ്മൾ പോകെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അങ്ങനെ കുണ്ടലിനി ശക്തി എല്ലാവരിലും ഇപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ട് ഉറങ്ങിക്കിടക്കുകയാണെന്ന്. സത്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കാത്തവർക്ക് എന്തറിയാനാ? പ്രാർത്ഥന വെറുതെ ഒന്ന് രാമ എന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ലല്ലോ. അതിനൊരു പ്രത്യേകമായ ഒരു അനുഭൂതി, ഒരു വെപ്രാളവും ഭഗവാനെ നേടണം എന്നുള്ളൊരു ചിന്ത, ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക രീതിയിലാണെങ്കിലേ പ്രാർത്ഥനയാവുള്ളൂ. കുറച്ച് അറിവും ഒക്കെ വേണം. ഭാഗവതമൊക്കെ വായിച്ചുള്ള അറിവും എല്ലായിടും ഒത്തുവരും. അതുപോലെ നമ്മുടെ ഹൃദയശുദ്ധിയും എല്ലാം ഒത്തുവരണ്ടേ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടോ എന്തോ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അന്ന് ഞാനിങ്ങനെ എഴുതി. അപ്പോൾ ഭഗവാൻ പരബ്രഹ്മമൂർത്തിയായിരുന്ന പരബ്രഹ്മം, അതിൻ്റെ മഹാമായ ആ പരബ്രഹ്മത്തിൽ നിന്നൊരു പ്രഭ വന്നതാണ് ഈ പ്രപഞ്ചം. അത് 2 രൂപത്തിൽ, അവിദ്യയും വിദ്യയും. ഈ ലോകം അവിദ്യയാണ്, അത് മിഥ്യയാണ്, ശാശ്വതമല്ല. എന്നാലോ ഈ മിഥ്യാ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ശാശ്വതമായ ലയത്തിലെത്താൻ നമുക്ക് വിദ്യ കൊണ്ട് നേടാം. ആ വിദ്യ നമ്മൾ അറിവാണ്. ആ പരമാത്മാനെ അറിയുക എന്നതാണ്. അപ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ കടലിൽ കിടക്കുന്ന പോലെ സമുദ്രത്തിൽ കിടന്ന് നീന്തി തുടിക്കാമെന്നല്ലാതെ കരകയറാൻ പറ്റില്ല. ഈ ലോകം സമുദ്രം പോലെയാണ്. ഒരിക്കലും നമുക്ക് കര പിടിക്കാൻ പറ്റില്ല. സമുദ്രത്തിന് നടുക്കാൻ നമ്മൾ എങ്ങനെ കരയ്ക്ക് കയറാൻ പറ്റും? ഒരു കപ്പൽ വന്നല്ലേ പറ്റൂ. അപ്പോൾ കപ്പലാകുന്ന പരമാത്മാവ് ഈശ്വരൻ നമുക്ക് തുണയായി വന്നാൽ നമുക്ക് ആ ഭഗവാന്റെ കൃപയോടുകൂടി നമ്മൾക്ക് കര കയറാം. അതാണ് വിദ്യ. ആ വിദ്യയ്ക്ക് നമ്മൾ പ്രയത്നിക്കണം. ഭക്തിയോഗവും നമുക്ക് കുറച്ച് അറിവും എല്ലാം വരുമ്പോൾ നമുക്ക് ആനന്ദ നിവൃത്തി വരും. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൃപ എങ്ങനെയാ ഈ പ്രാർത്ഥിച്ച് വരുമ്പോൾ ആ ഈശ്വരനുള്ള സ്നേഹവും എല്ലാം വരുമ്പോഴാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന ആ വിദ്യാരൂപിണി ശക്തിസ്വരൂപിണി മൂലാധാരത്തിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പറയുന്നത്. എന്തായാലും കൊള്ളാം, എന്തോ ആയിക്കോട്ടെ. അത് ഉണർന്ന് സഹസ്രാരപത്മത്തിൽ ഇരിപ്പുണ്ട് ഭർത്താവായ പരമേശ്വരൻ, മംഗളസ്വരൂപൻ പരമാത്മാവ് അവിടെയായിരിക്കുന്നത്, വസിക്കുന്നത്. നമ്മളെല്ലാവരുടെയും സഹസ്രാരപത്മത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന കൂടി ഏതോ ഒരു ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും. അതിനൊക്കെയായിരിക്കും ഇതിനെ പറയുന്നത്. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ആ അമ്മ, ആ പരാശക്തി, ശക്തിയും ശിവനും കൂടെ ചേർന്നെങ്കിലേ, ശക്തി ഇല്ലെങ്കിൽ ഒറ്റ പദം വയ്പ്പാൻ ശക്തൻ ആരഹോ ലോകത്ത് ആർക്കും പറ്റില്ല. അപ്പോൾ ശക്തി നമുക്ക് വേണം. ആ ശക്തി സ്വരൂപിണി അവിടെ വന്ന് ലയിക്കണം. അത് നമ്മുടെ പ്രാർത്ഥന അത്രത്തോളം മുഴുകണം. അപ്പോഴാണ് അവിടെ ലയം പ്രാപിക്കുക. അപ്പോഴേ ഈ അമ്മയും അച്ഛനും കൂടെ, അതാ പിതാവും മാതാവ്, പ്രകൃതി പുരുഷ. പ്രകൃതിയിൽ 2 അവസ്ഥയുള്ളതിൽ ഒന്ന് പ്രപഞ്ചത്തിലെ ഈ ശാശ്വതമല്ലാത്ത നിത്യമല്ലാത്ത ഈ പ്രപഞ്ചം. നമുക്ക് ശരീരം തരുന്നത് പ്രപഞ്ചമാണ്. ശരീരത്തിന് വേണ്ടുന്ന ആഹാരങ്ങളെല്ലാം അതാണ് ഒരു രൂപം അമ്മയുടെ. ഒന്ന് വിദ്യയും. അപ്പോൾ അവിദ്യയും വിദ്യയും ഇവിടെ വേണം, വിദ്യയും വേണം.
അവിദ്യ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അങ്ങനെയാണ്. ഈ ലോകത്തിൽ നിന്ന് കരകയറണമെങ്കിൽ വിദ്യ വേണം. അപ്പോൾ രണ്ടും ഈ അമ്മയ്ക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പരാശക്തി, ആ ജീവശക്തി അവിടെ ഉണർന്ന് പരമാത്മാവിൽ എത്തപ്പെടണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം. ഈ അറിവും എല്ലാം നേടി ആനന്ദാനുഭൂതി വരാൻ നമ്മൾ പ്രയത്നിച്ച് എല്ലാ ഹൃദയശുദ്ധിയും വെളുപ്പും എല്ലാം ആയി ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി, അതായത് ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളുടെ ചെൽപ്പടി നിർത്തണം. പ്രപഞ്ചത്തിലേക്ക്, ഈ ലോകത്തിലേക്ക്, വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സ് പോയാൽ നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് നമ്മുടെ ഇതിനെല്ലാം പിൻവലിച്ച് നമ്മൾ ഉള്ളിലേക്ക് അടക്കി വെച്ചിട്ട് ഈ മനസ്സിനെയും വധിച്ച് പരമാത്മാവിൽ ലയിച്ചിരിക്കണമെങ്കിൽ മാത്രമേ ഈ ആനന്ദാനുഭൂതി നമുക്ക് കിട്ടൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ അമ്മ അവിടേക്ക് എത്തുന്നത്. ആ ഒരു ആനന്ദാനുഭൂതിയാണ് അത്. അങ്ങനെയുള്ളൊരു നാമമാണ് ഞാൻ അന്നൊക്കെ എഴുതുന്നത്. അന്ന് നമുക്ക് ചൊല്ലാം. കാരണം ഈ ശത്രുക്കളാകുന്ന ദുഷ്ടചിന്തകളെ, കാമക്രോധാദികളെയൊക്കെ നമ്മൾ ഈ അമ്മയെടുത്ത് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാനെ, ഈ കെട്ടുകളെല്ലാം അറുത്ത് കളയണമേ, ഈ ദുഷിച്ച ചിന്തകളാകുന്ന എല്ലാം നമ്മുടെ ഹൃദയത്തിൽ മാറ്റിയെങ്കിൽ നമുക്ക് ശുദ്ധ ഹൃദയമാകാൻ പറ്റൂ. അപ്പോഴേ പരമാത്മാവിൻ്റെ കൃപ അവളിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് മോക്ഷമാർഗം തെളിക്കാൻ ഇതെല്ലാം പോകണം, നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമുക്ക് അമൃതധാര, നമ്മുടെ സഹസ്രാര പത്മത്തിൽ പരമശിവൻ്റെ ഗംഗാനദി നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ കപാലത്തിലാണ് ഭഗവാന്റെ കപാലം. നമ്മുടെ കപാലം ഇത് നമ്മൾ തന്നെ, ആ പരമാത്മാവിൻ്റെ ഗാത്രമാണ്. നമ്മളൊരു ക്ഷേത്രമാണ്. ഈ ഗാത്രക്ഷേത്രത്തിലെ പൂരം, അതാണ് പൊടിപൂരമായിട്ട് ഈ സഹസ്രാരപത്മത്തിൽ ഇരിക്കുന്നത്. അവിടെ ആരാ വസിക്കുന്നത്? പരമാത്മാ സഹസ്രാരപത്മത്തിൽ. അപ്പം അവിടെ ഈ അമ്മ എവിടെ നിന്ന് പോകണം? മൂലാധാരത്തിൽ നിന്ന് അവിടേക്ക് ചെല്ലണം. അത് ചെല്ലാൻ നമ്മൾ പ്രയത്നിക്കണം. അങ്ങനെ പ്രയത്നിച്ച് വരുമ്പോഴേ നമുക്ക് ലയം പ്രാപിക്കാൻ പറ്റൂ. അതാണ് ലയം. രമിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ അവിടെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ആനന്ദമാണ്. പിന്നെ ആ അമ്മ എനിക്കൊന്നും അവിടെ നിന്ന് താഴേക്ക് വരത്തില്ലെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ കിട്ടുന്നൊരു വ്യക്തിക്ക് എപ്പോഴും ആനന്ദമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ അത് എന്താ പറയുക, അതിൽ നിന്നൊക്കെ മാറി തിരിഞ്ഞു പോകും. അങ്ങനെ പോകുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എപ്പോഴും ആനന്ദം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ നാമം ചൊല്ലാം. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ആ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ, ആ ബ്രഹ്മസ്വതയിൽ ലയിക്കാനും നമ്മുടെ ആരാധന, അതിനാണ് ഭക്തിയോഗം. ഇത് പറയാൻ കാരണം എല്ലാ മക്കൾക്കും, ഭക്തിയുള്ള മക്കൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് ഭക്തി വർദ്ധിച്ച് വരണം. ഇത് ഇങ്ങനെ അനുഭവത്തിൽ കൂടെ വരണമെങ്കിൽ എനിക്കൊന്നും ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്വന്തം അറിവിൽ ഇങ്ങനെ പറയുന്ന, അനുഭവിച്ച എല്ലാം ശരിയാവണമെന്നില്ല. എൻ്റെ അനുഭവത്തിൽ കൂടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഞാൻ അനുഭവിച്ച ആനന്ദം അത് ഞാൻ തന്നെ എഴുതിയതാണ്. അത് ചൊല്ലാം. അപ്പോൾ പിതാവ് എന്ന് പറഞ്ഞ പ്രകൃതിയും പുരുഷനോട് ചേർന്ന് പരബ്രഹ്മമാണ് അവതാരം എടുത്ത് ഈ അവതാരമൂർത്തികളൊക്കെ കൂടെ വരുന്നത്. ശിവൻ, പിന്നെ ശ്രീരാമനായാലും കൃഷ്ണനായാലും വാമനനായാലും എല്ലാം ഈ പരബ്രഹ്മത്തിൽ നിന്ന് അവതാരം, ഈ പ്രപഞ്ചത്തിൽ നിന്ന് ശരീരമെടുത്ത് അവരൊക്കെ അവതരിക്കുന്നത്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അപ്പോൾ ആളാരാ? ആ പരബ്രഹ്മമൂർത്തിയാണ്. അതും ശിവശക്തി എന്ന് പറയാം. രണ്ടും കൂടെ ചേർന്ന് ലയിക്കുന്നതാണ് അമ്മയും അച്ഛനും. അത് പരാശക്തി. പരനും പരയും. പര അമ്മ, പരൻ പിതാവ്, പരനും പരയും. കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂലപ്രകൃതി ചിന്മയിയാണ്. ആ പൊരുളിൻ്റെ, ആ മഹാമായ ആ ഭഗവാന്റെ ഭാര്യ ചിന്മയി. മൂലം എവിടെ? ഇതിൻ്റെ മൂലം ആ ചുവട്. അവിടെ നിന്ന് വന്ന് ആ പരനും പരയും, ആ പരൻ ആ മൂലത്തിൽ നിന്ന് പരാശക്തി, അതിൽ നിന്ന് ഉദ്ഭവിച്ച് ഈ പ്രപഞ്ചം മഹാമായ ആ ചിന്മയിയാണ്. കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി. നമുക്കെല്ലാവർക്കും ജീവനായിട്ട് നിൽക്കുന്ന ആ അമ്മ പരാശക്തി. എല്ലാ ജീവജാലങ്ങളിലും ജീവനായിട്ട് നിൽക്കുന്ന ശക്തിയാണ് അമ്മ. കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂലപ്രകൃതി ചിന്മയി വിശ്വേശ്വരി മൂലപ്രകൃതി പുരുഷേശ്വരി ആനന്ദരൂപിണി പുളകാങ്കിണി. ആ ആനന്ദരൂപിണിയാകുന്ന ആ അമ്മ അവിടുന്ന് മൂലാധാരത്തിൽ നിന്ന് സഹസ്രാര പത്മത്തിൽ എങ്ങനെ 6 ആധാരവും കടന്ന് 7ാമത്തെ സഹസ്രാര പത്മത്തിൽ എത്തുമ്പോഴുണ്ടാകുന്ന ലയം, ആനന്ദം. ആ ആനന്ദം അനുഭവിക്കുന്ന അത് ആനന്ദരൂപിണിയാണ് ഈ അമ്മ. അത് അവിടെ ചെല്ലുമ്പോഴാണ് ആ അമ്മയും അച്ഛനോട് ചേർന്ന ആ ഒരു ലയം പ്രാപിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് പുളകാങ്കിണിയാവും. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ആനന്ദം എന്താ? പുളകം കൊണ്ട് ആനന്ദാനുഭൂതി. ആ ഒരു പ്രത്യേക ഒരു അനുഭൂതി, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് എവിടെയും എപ്പോഴും നമുക്കത് ഉണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഇതൊരു പ്രത്യേക നാമമായി. എനിക്ക് എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. ഞാൻ എൻ്റേതായ രീതി ഞാൻ എൻ്റെ അനുഭവം നിങ്ങൾക്ക് കാട്ടിത്തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂലപ്രകൃതി ചിന്മയി വിശ്വേശ്വരി മൂലപ്രകൃതി പുരുഷേശ്വരി ആനന്ദരൂപിണി പുളകാങ്കിണി കെട്ടുകളെട്ടു മറുക്കൂ ദേവി മോക്ഷമാർഗം തുറക്കൂ. കെട്ടുകളെല്ലാം പോകണം, അഴുക്കളെല്ലാം പോകണം, എന്നാലേ നമുക്ക് കൈവല്യം പ്രാപിക്കാൻ. ഒരഴുക്കും ഹൃദയത്തിലാവരുത്, എന്നാലേ ഭഗവാന്റെ ആ പ്രസാദം, ആ കൃപ വരുത്തുള്ളൂ. കെട്ടുകളെട്ടു മറുക്കൂ ദേവി മോക്ഷമാർഗം തുറക്കൂ, ആധാരം ആറും കടക്കൂ, അമൃതവർഷിണി പൊഴിക്കൂ, ബ്രഹ്മസോദയിൽ ലയിക്കൂ, ബ്രഹ്മാനന്ദത്തിൽ ലയിക്കൂ. ശൂന്യം. നമ്മൾ ബ്രഹ്മാനന്ദത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതപ്പോഴത് ആ ലയം പ്രാപിക്കുമ്പോൾ നമുക്കവിടെ ശരീരബോധമോ പുറമേ എന്തൊക്കെ ഉണ്ടെന്നോ ഒന്നും നമുക്ക് അവിടെ നിന്ന് ഉണരുന്നോളം നമുക്ക് ഓർമ്മ അറിയത്തില്ല. ആ ഒരു ശൂന്യാവസ്ഥ, അവിടെ ആനന്ദത്തിൽ ഒരു ലയം പ്രാപിക്കുന്നൊരവസ്ഥയാണ്. അവിടെ പിന്നെ നമുക്ക് ഇങ്ങനെ അതിന് എപ്പോഴെങ്കിലും ഉണരുമ്പോഴാണ് നമ്മൾ പിന്നെ അറിയുന്നത്. ആ 40-45 വയസ്സിനൊക്കെ എനിക്ക് എപ്പോഴും ഇതൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥകൾ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആ ലയം, ആനന്ദം പിന്നെ എനിക്ക് വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് കെട്ടുകളെല്ലാം നമുക്ക് പിന്നെ എന്ത് വരും, ഒരു ദോഷങ്ങളും അറിഞ്ഞുകൊണ്ട് ആർക്കും ചെയ്യത്തില്ല. അത് ചെയ്യാത്ത ഹൃദയത്തിലെ ഭഗവാൻ നമ്മളെപ്പറ്റി മുൻ ജന്മത്തിലേ കരുതിയിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് ജനിക്കണമെന്നും ഇന്നാര വയറ്റിൽ ജനിക്കണമെന്നും പിറക്കണമെന്നും ഒക്കെ ഭഗവാൻ നേരത്തെ കരുതിയിട്ടായിരിക്കും നമ്മളെ അതിനായിട്ട് ഒരുക്കുന്നത്. അപ്പം അന്നേ ആർക്കും ഒരു ശല്യം, ഒരു ജീവജാലങ്ങളോടൊക്കും ഒരു ഉപദ്രവം ചെയ്യാത്തൊരു വ്യക്തി ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഭഗവാൻ അന്നേ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ പോകെ പിന്നെ ഇതുകൂടെ അനുഭവിച്ചെന്നാൽ പിന്നെ നമ്മൾ ചെയ്യൂ. ഒരിക്കലും ഈ ആനന്ദം വിട്ടൊരു പ്രവൃത്തി പിന്നെ ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ ഒന്നിലോട്ടും താല്പര്യവും വരത്തില്ലല്ലോ, സന്തോഷവും ആനന്ദമാണല്ലോ. അതുകൊണ്ടാണ് ഈ പ്രകൃതി പുരുഷ, ഇത് അമ്മ പരാശക്തിയാകുന്ന അമ്മയും ആ പിതാവാകുന്ന പരനും പരയും, ഈ പരാപരൻ അതാണ് പരാൽ പരമേശ്വര പാർവതീപതേ ഹര പശുപതേ ആ പാർവതിയും പരമേശ്വരനും ശിവശക്തി, അത് നമ്മൾ എവിടാ ഇരിക്കുന്നത്? ഏതെങ്കിലും അമ്പലത്തിലാണോ ഇരിക്കുന്നത്? ഗാത്രക്ഷേത്രത്തിലെ പൂരത്തിലിരിക്കുകയാണ്. നമ്മൾ ഗാത്രമാകുന്ന ക്ഷേത്രത്തിലിരിക്കുക ഈ പരനും പരയും. നമ്മൾ രണ്ടുപേരെയും, ഒരാൾ മൂലാധാരത്തിലിരിക്കുന്നു, ഒരാൾ സഹസ്രാരപത്മത്തിലിരിക്കുന്നു. ഇവർ രണ്ടുപേരുടെ ഒത്തൊരുമയാക്കണമെങ്കിൽ നമ്മൾ തന്നെ പ്രയത്നിക്കണം. നമ്മുടെ ഹൃദയശുദ്ധിയും നമ്മുടെ പ്രാർത്ഥനയും ഭക്തിയോടുകൂടിയ പ്രേമമാകുന്ന ഭക്തിയിൽ ലയിക്കുമ്പോഴാണ് ഇവർ രണ്ടും ചേർന്ന് ലയം പ്രാപിക്കുന്നത്. അതാണ് കൈവല്യം. അപ്പോൾ നമുക്ക് മറ്റ് ചിന്തകളോ ഈ ലോക വിഷയങ്ങളോ നമ്മുടെ ഉള്ളിലില്ല. പിന്നെ അതെല്ലാം ത്യജിച്ചിട്ടാണ്. എന്നാൽ ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും ചെയ്യുന്നു, എല്ലാം നേരെ വരുന്ന, എല്ലാം അനുഭവിക്കുകയും ചെയ്യുന്നു. ഒന്നും ആഗ്രഹിക്കത്തില്ലല്ലോ. ഇത് കിട്ടിയവരൊരുത്തരും ഒന്നിനും ആഗ്രഹം വരത്തില്ലല്ലോ. സർവ്വം നിറവാണല്ലോ. കാരണം ഒന്നിനും ഒരു വിഷമം ഉണ്ടെങ്കിലുണ്ടേ നമുക്ക് ഒന്ന് വേണമെന്ന് ആഗ്രഹിക്കും. എല്ലാം ഈശ്വരൻ നേരത്തെ നമുക്ക് അങ്ങനെ ഒരു ഭക്തനെ കരുതി വെക്കും. നമ്മളൊന്നും അറിയണ്ട. നമ്മുടെ പിതാവ് സ്വന്തം മക്കളായി നമ്മളങ്ങ് ജീവിച്ചാൽ മതി. ഒരു ദൈവ പൈതലായി ജീവിച്ചാൽ ഭഗവാൻ അതെല്ലാം ഒത്തുകൊടുക്കും. കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂലപ്രകൃതി ചിന്മയി വിശ്വേശ്വരി മൂലപ്രകൃതി പുരുഷേശ്വരി. പ്രകൃതി പുരുഷ, മൂലപ്രകൃതി പുരുഷേശ്വരി ആനന്ദരൂപിണി പുളകാങ്കിണി. കെട്ടുകളെട്ടു മറുക്കൂ ദേവി മോക്ഷമാർഗം തുറക്കൂ, ആധാരമാറും കടക്കൂ, അമൃതവർഷിണി പൊഴിക്കൂ, ബ്രഹ്മാനന്ദത്തിൽ ലയിക്കൂ, ബ്രഹ്മസ്വതയിൽ ലയിക്കൂ. ശൂന്യം. കെട്ടുകളെട്ടു മറുക്കൂ ദേവി മോക്ഷമാർഗം തുറക്കൂ, ആധാരമാറും കടക്കൂ, അമൃതവർഷിണി പൊഴിക്കൂ. അതായത് അമൃതധാര, ആ പരമാത്മാവായിരുന്ന ആ ശിവ മംഗളസ്വരൂപനായ ശിവ, ആ കപാലം, ആ തലയോട്ടിൽ കൂടെ ആ ഭഗവാന്റെ ഗംഗാനദി ഒഴുകുന്നത്. അതാണ് അവിടെ ഗംഗയെ വെച്ചേക്കുന്നത്. ഞാൻ തന്നെ മനസ്സിലാക്കിയതാ. ഇത് അനുഭവം വരുന്നൊരു വ്യക്തിക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട. ആ ശിവന്റെ തലയിൽ എന്തായിരിക്കുന്ന ഗംഗാദേവിയാ. ആ മലയിൽ നിന്നാണ് അത് ഒഴുകുന്നത്. ആ പരമേശ്വര തലയിൽ നിന്നാണ് അത് ഒഴുകുന്നത്. അത് കപാലത്തിൽ കൂടെ ഒഴുകുന്നത്. അത് നമ്മളിങ്ങനെ ലയിച്ച് വരുമ്പോൾ ആ അമൃതവർഷിണി എന്ന് പറയുന്നത്
അമൃതാനന്ദം എന്താ, അമൃതം എന്താണ്? ആ അമൃത അത് വർഷിണി എന്ന് വെച്ചാൽ അതങ്ങനെ വർഷം പോലെയാ, പേമാരി പോലെ നമ്മളിലേക്ക് വരുന്നത്. നമ്മൾക്ക് ഇപ്പോഴല്ലേ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ലേ, നമ്മളിത് ഏകാഗ്രമായിട്ട് നമ്മൾ ഇതിപ്പോൾ നിങ്ങളെ പറഞ്ഞു തരാൻ വേണ്ടി ബുക്ക് നോക്കുന്നു, ക്യാമറയ്ക്കകത്ത് ഇതെല്ലാം ശ്രദ്ധയും വിട്ടിട്ട് അതിലേക്ക് ലയിച്ച് വരുമ്പോൾ അതൊരു പേമാരി പോലെ അമൃതവർഷിണി വരുന്നത്. ഇപ്പോൾ എനിക്ക് ഇത് പറഞ്ഞുകൊണ്ട് അതിൻ്റെതായ ഒരു സാമ്പിളേ ഉള്ളൂ, ഒരു ഇല്ല വെടിക്കെട്ടിൻ്റെ ആദ്യൊരു സാമ്പിളുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആധാരം 6 കടന്ന് സഹസ്രാര 7ാമത്തെ ചക്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആ ലയം പ്രാപിക്കും. അവിടുന്ന് ഗംഗാ നദി ഇങ്ങനെ ഒഴുകും. ആ അമൃതവർഷി സർവാ നാട് നരമ്പുകളെല്ലാം അത് വ്യാപിച്ചിട്ട് ആ ബ്രഹ്മസ്വതയിൽ നമ്മൾ ലയിച്ചിട്ട് ആനന്ദാനുഭൂതി, അതാണ് ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിട്ട് അപ്പോഴാണ് ശൂന്യമായി മാറുക. അത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എല്ലാ മക്കൾക്കും ഇത് കൊള്ളാം. ഇത് പ്രത്യേകിച്ച് എങ്ങും ധ്യാനിക്കാൻ ഒരു രീതിയിൽ പോകുകയൊന്നും വേണ്ട. നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മുടെ ഹൃദയവെടുപ്പ്, നമ്മുടെ സൽഗുണങ്ങൾ എല്ലാം നമുക്ക് ഒത്തുവരുമ്പോൾ നമുക്ക് അനുഭവം ഇങ്ങനെ തന്നെ വരും. ഈശ്വരനുള്ള സ്നേഹവും ഭക്തിയൊക്കെ വരുമ്പം ഇത് തന്നെ അനുഭവം നമുക്ക്. എന്നിട്ട് ഞാനിനി ഇതിൻ്റെ അനുഭവത്തിലാണ് ഈ അടുത്ത കാലത്തായിട്ട് ഒരു നാമം എഴുതി, പരമാനന്ദപുരത്തിൽ. അങ്ങനെയുള്ള നമ്മുടെ ആ സഹസ്രാരപത്മ ഒരു പരമാനന്ദപുരമാണല്ലോ. അവിടെ അമ്മയും അച്ഛനും കൂടെ, അതായത് മാതാപിതാക്കൾ ഇരുന്ന് ആനന്ദിക്കുന്ന, അതാണ് ആ നാമം. ഇത് ഇത്രയും അനുഭവം വരുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി പിന്നെ പഠിക്കുന്നത്. അപ്പം ഈ അമ്മയും അവിടേക്ക് ചെന്ന് പിതാവട്ടില്ലേ, അവർ ആനന്ദലഹരിയാണ്, ആ നാമമാണ്. പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുര, ആ പരമാനന്ദമായിരിക്കുന്ന ആ 7ാമത്തെ സഹസ്രാര ചക്രത്തിൽ അവിടെ ഇരിക്കുക ശിവ. ആ പുരത്തിലിരിക്കുക. അവിടെ ആ മൂലാഹത്തിരിക്കുന്ന ആ അമ്മ ദേവി പരാശക്തി അവിടേക്ക് എത്തുമ്പോൾ ഉള്ളാവുന്ന ലഹരി അതാണ്. പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി ചിന്മയോടൊത്ത്, ആദിപരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദ ലഹരി പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദ ലഹരി. അതായത് പരമാനന്ദപുരത്തിൽ പരമേശ്വരൻ ഇരിക്കുമ്പോൾ നമ്മുടെ ഭക്തിയോഗം കൊണ്ട് വർദ്ധിച്ച് വരുമ്പോൾ ഈ അമ്മ ഇവിടുന്ന് ആ അച്ഛനെ പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലും. അങ്ങനത്തെ ലയം നമ്മൾ, അത് ആ ലയം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആ ലയം നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ ആനന്ദം അനുഭവിക്കുന്നത്. ഇതെല്ലാം നമ്മളിലുള്ള ഒരു അനുഭൂതിയാണ്. ഇതെങ്ങൊന്നും കൊണ്ടുവരുന്നതല്ല, നമ്മൾ തന്നെ ഉള്ളത് തന്നെ നമ്മളത് പ്രവർത്തിച്ചെടുക്കുക വേണ്ടേ, എങ്ങൊന്നും വരണ്ട. അപ്പം നമുക്ക് ഈ പ്രപഞ്ചം മൊത്തവും ഇതെല്ലാം അടങ്ങിയിരിക്കുക, ഇത് അകവും പുറവും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭൂതിയല്ലേ ഇത് പ്രപഞ്ചം. അത്രമാത്രം എന്താ പറയുന്നത്, ചൈതന്യമല്ലേ. ആ ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിച്ച് വരുന്നത്. അപ്പോൾ ഈ ചൈതന്യമൂർത്തി എന്ന് പറയുന്നത് എന്താ, പരമശിവനാണ്, ആ പരമാത്മാവാണ്. അപ്പോൾ അത് നമ്മൾ തന്നെ ഉണ്ട്, അകവും പുറവും നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പരമാനന്ദപുരത്തിൽ അവിടെ ഇരിപ്പോൾ പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദ ലഹരി പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ ആദിമധ്യാന്തനനന്ദനാമയൻ. ആദിയാണോ മധ്യമാണോ അന്തമാണോ? ഒന്നുമല്ല. അവിടെ ആദിയുമല്ല അന്തവുമല്ല മധ്യവുമല്ലാത്ത പരമ്പൊരുളാണ് ഈ ലോകത്ത്. ആ ഒന്നേ ഉള്ളു, അതാണത്. ആ പരമാത്മാവല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. ആദിയും മധ്യവും അന്തവും അവിടെ ഉള്ള ഉണ്മയാണ്, അവസാനമില്ലാത്തതാണ്. ആദിയാണോ അതുമല്ല, എന്നാണോന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അത് ആദിയല്ല, അന്തവുമല്ല, മധ്യവുമല്ല. ആദിമധ്യാന്തനനന്ദനാമയൻ നിത്യ നിഷ്കള നിർഗുണ ബ്രഹ്മം. അത് നിത്യനാണ്, അതവിടെ ഉള്ളതാണ്. നിത്യനാണ്, അത് നിഷ്കളനാണ്, അത് നിർഗുണനാണ്. ഗുണമില്ലാത്ത, അതായത് ത്രിഗുണങ്ങളില്ലാത്ത പരമാത്മ നിർഗുണൻ. ആദിമധ്യാന്തനനന്ദനാമയൻ നിത്യ നിഷ്കള നിർഗുണ ബ്രഹ്മം പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ കാലസ്വരൂപൻ കമനീയ സുന്ദരൻ. കാലസ്വരൂപൻ കമനീയ സുന്ദരൻ സൃഷ്ടി സ്ഥിതി ലയ പ്രകൃതി പുരുഷൻ. അത് ഈ പരമാത്മാവാണ്
സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും. ലയം സംഹാരം, സൃഷ്ടി സ്ഥിതി ലയം. ലയം ഈ പ്രളയമൊക്കെ വരുമ്പോൾ സർവ്വതും ആ പരമാത്മാവാകുന്ന ആ ഉദരത്തിൽ അങ്ങ് വഹിക്കുമല്ലേ. എല്ലാം ആവാഹിച്ച് സർവ്വതും ആ ഭഗവാന്റെ ഉള്ളത്തിലേക്ക് വയറ്റിലെല്ലാം ആവാഹിച്ച് വഹിക്കുന്നത് പ്രളയത്തിൽ. അതുപോലെ എല്ലാം പരമാത്മാവ് തന്നെ ഉള്ളിൽ, നമ്മളെല്ലാം ആ ഭഗവാന്റെ ഉള്ളിലേക്ക് കടക്കും. അതുകൊണ്ട് സൃഷ്ടി ഇവിടെ സൃഷ്ടിക്കുന്നതും ഭഗവാൻ, രക്ഷിക്കുന്നതും ഭഗവാൻ, സംഹരിക്കുന്നതും ആ ഭഗവാൻ. അതിൻ്റെ മൂന്നവസ്ഥ എടുത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി മറ്റുള്ള ഉപമന്ത്രിമാർക്ക് ഓരോ കാര്യങ്ങൾ നേടാൻ കൊടുക്കുന്നു. പക്ഷെ അത് ആ മന്ത്രിയാണ് എൻ്റെ നോട്ടമല്ല എന്ന് പറയുന്ന പോലെ ആ പരമാത്മാവ് തന്നെയാണ് രൂപമെടുത്ത് ഇവിടെ ഓരോ മൂന്ന് ത്രിഗുണങ്ങൾ, അതായത് രജസും സാത്വികവും തമോ ഗുണവും, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനായിട്ട്. ഇതാരാ? ആ പരബ്രഹ്മം തന്നെയാണ്. അത് അറിവില്ലായ്മ കൊണ്ട് ചിലർ പറയും ദൈവം മൂന്നാണെന്ന്. അങ്ങനല്ല, എല്ലാം ഈ ഏകമന. അത് ജ്ഞാനികൾ ഏകമായി തന്നെ കാണുന്നു. ബ്രഹ്മാവെന്ന് പറഞ്ഞാലും വിഷ്ണു എന്ന് പറഞ്ഞാലും ശിവൻ എന്ന് പറഞ്ഞാലും ആ പരബ്രഹ്മത്തെ തന്നെയാണ് യഥാർത്ഥ ജ്ഞാനികൾ, യോഗികൾ അങ്ങനെ ഉള്ളത്തിൽ വഹിക്കുന്നത് ഈ പരബ്രഹ്മമായിട്ട് തന്നെ. അതുകൊണ്ട് കാലസ്വരൂപൻ കമനീയ സുന്ദരൻ സൃഷ്ടി സ്ഥിതി ലയ പ്രകൃതി പുരുഷൻ പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദ ലഹരി പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദ ലഹരി.